എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഞാൻ നല്ല കുളിച്ച് ക്ലീനായി വീടൊക്കെ ക്ലീനാക്കുന്നതാണ് കേട്ടോ. ഒക്കെ അടിച്ചു വാരി എൻ്റെ പൂച്ചേനെ കണ്ടോ നിങ്ങൾ? അവനവിടെ ഇങ്ങനെ റോന്ത് ചുറ്റി നടക്കും, ഞാൻ എന്താ ചെയ്യുന്നു നോക്കിയിട്ട്. അതിനുശേഷം ഞാൻ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് പിന്നെ എൻ്റെ വീടൊക്കെ തുടച്ച്, അത് അവൻ്റെ പാത്രങ്ങളാണ് കേട്ടോ, അവൻ്റെ ഫുഡിൻ്റെ പാത്രങ്ങളാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തുടയും അടിയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ലഞ്ച് ചെയ്യുന്നത് കേട്ടോ. കണ്ട അവനവിടെ നിന്ന് കണ്ട അവൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കും, അതാണ് അവൻ്റെ പരിപാടി. അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കണം, അതാണ് അവനിഷ്ടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിടും. പിന്നെ അതിനുശേഷം ഞാൻ ബെഡ്റൂമൊക്കെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അവർ രണ്ടുപേരും പോയതിന് ശേഷം ഞാൻ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊക്കെ മറന്നു എന്നോട്. പാത്രമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ലഞ്ചൊന്നുമില്ല, മക്കളില്ല ഇവിടെ, അവർ വൈകുന്നേരം വരും. അതുകൊണ്ട് ചെറിയൊരു രീതിയിലുള്ള ഒരു ലഞ്ചാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് പരിപ്പ് കറി റൈസ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ ബിരിയാണി അരിയില്ലേ, അത് ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുക്കറിൽ വേവിക്കും. അതിന് ശേഷം പിന്നെ പരിപ്പും കുറച്ച് പാലൊക്കെ ഉണ്ടായി, അതും കൂടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ. അതാണ് ഇന്നത്തെ ലഞ്ച്, അതുണ്ടാക്കി കഴിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റുട്ടീൻ കേട്ടോ. പിന്നെ ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഷെയറും ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഞങ്ങളിവിടെ ബാംഗ്ലൂരാണ്. എൻ്റെ മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലിയായി രണ്ടുപേർക്കും. ഒരാൾ ചെറിയൊരു ജോലിയാണ്, അവൻ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ പൂച്ചയും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. ടൈഗർ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവൻ അടിപൊളിയാണ്. എൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങ് എല്ലാം മറന്നു പോവും. അങ്ങനെ അവനും കൂടെയുള്ള ഒരു ലൈഫാണ്. ഇവിടെ ഫ്ലാറ്റിലാണ്, അധികം ആൾക്കാരൊന്നുമില്ല. ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാക്കിൽ, അവിടെ ഒരു ചെറിയൊരു രീതിയിലൊരു ഗാർഡൻ, ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ കുറച്ച് ചെടികളും കുറച്ച് ചീരയൊക്കെ ഉണ്ടായി, അതൊക്കെ പോയി ഇപ്പം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നാട്ടിൽ ഞാൻ തലശ്ശേരിയാണ്. തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് എൻ്റെ സ്ഥലം കേട്ടോ. അവിടെ എനിക്ക് വീടൊക്കെ ഉണ്ട്. അതൊക്കെ അടച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഭർത്താവ് ആസാമിലാണ്, അവർ ആർമിയിലായിരുന്നു. ഇപ്പം HAL ആസാമിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പം അവർ റിട്ടയർഡ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ഒരു ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം കണ്ടോ? ഓക്കെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, എനിക്കൊരു അനിയത്തിയാണ്, അവളുടെ മകളും. ഞങ്ങൾ നാട്ടിൽ അവരൊക്കെ നാട്ടിലുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ എൻ്റെ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പണി കുറവാണ്, വലിയ പണിയൊന്നും ഉണ്ടാവില്ല എനിക്ക്. ഞാൻ പിന്നെ TV ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കും. ബായ്, അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.